എല്ലാവർക്കും നമസ്കാരം. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വീകരിക്കപ്പെടട്ടെ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. എല്ലാവരും പള്ളിയിലൊക്കെ പോയി എന്ന് വിശ്വസിക്കുന്നു. ഞാനും പള്ളിയിൽ പോയിരുന്നു. പള്ളി കഴിഞ്ഞ് വരുന്ന സമയമാണ്. അപ്പോൾ ഞാനൊരു ബൈബിൾ മെസ്സേജ് തരാമെന്ന് ആഗ്രഹിക്കുന്ന വിശുദ്ധ എവൻഗേലിയോനിൽ വായിച്ച വചനം തന്നെയാണ്. അതിനെ പ്രതിപാദിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആ വചനമെന്ന് കേൾക്കണ്ടേ? അപ്പോൾ ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു ഈ ഒരു അവസരം എനിക്ക് കിട്ടിയതിന്. അപ്പോൾ പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് 16-ാമത്തെ അധ്യായത്തിൽ 13 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ യേശു ഫിലിപ്പിൻ്റെ കെസരിയയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് ചോദിച്ചു. അപ്പം കർത്താവ് ചോദിക്കുകയാണ്, തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യരുടെ ഇടയിലുള്ള അഭിപ്രായമാണ് കർത്താവായ യേശുക്രിസ്തു ചോദിച്ചത്. അപ്പോൾ ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും മറ്റു ചിലർ യെരമ്യാ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു എന്ന് അവർ പറയുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാർ പറഞ്ഞ എന്താണെന്നറിയാമോ? ചിലർ യോഹന്നാൻ സ്നാപകനെന്നും ചിലർ ഏലിയ പ്രവാചകനെന്നും ചിലർ യെരമ്യാ പ്രവാചകനെന്നും ഒക്കെയാണ് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ യേശു അവരോട് ചോദിക്കുന്നത് എന്താണ്? നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. നിങ്ങളുടെ അഭിപ്രായം എന്നാണ്? ജനങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നു, പക്ഷേ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് പറയുന്നു. അപ്പോൾ ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? കർത്താവ് പറഞ്ഞത്, ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്വനായ എൻ്റെ പിതാവ് അത്ര നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ പറയുന്നു, ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗത്തിലെ എൻ്റെ പിതാവത്ര നിനക്ക് വെളിപ്പെടുത്തി തന്നത് എന്ന് പറയുന്നു. അപ്പോൾ പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ കർത്താവ് പറയുകയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നും ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുന്നു ഉത്തരം പറയുന്നു. അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നത്, പത്രോസെ, ഇത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് സ്വർഗസ്വനായ എൻ്റെ പിതാവ് അത്രേ. ആക്ച്വലി ആ പത്രോസിൻ്റെ വിശ്വാസം ആണ് ഈ പാറയെന്ന് പറയുന്നത്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പത്രോസിൻ്റെ വിശ്വാസം, ആ പാറയെന്ന് പറയുന്ന ക്രിസ്തുവാണ്. ആ ക്രിസ്തു എന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഇതിനെക്കുറിച്ച് പല ദുർവ്യാഖ്യാനങ്ങളും നമ്മുടെ സഹോദരന്മാരുടെ ഇടയിലുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആ പാറയെന്ന് പറയുന്നത് പത്രോസിൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ആ പാറയെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ആ പാറമേലാണ് ക്രിസ്തു സഭ പണിയുന്നത്. അപ്പോൾ നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അഭിപ്രായം എന്താണ്? ക്രിസ്തു എന്നാൽ ആരാണെന്നാണ് നമ്മളെല്ലാം ധരിച്ചിരിക്കേണ്ടത്. ക്രിസ്തു എന്നാൽ നമുക്ക് വേണ്ടി ഈ മനുഷ്യൻ്റെ രൂപമെടുത്ത് വിശുദ്ധ കന്യാമറിയാമിൽ കൂടി മനുഷ്യ ശരീരം ധരിച്ച് ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ രക്ഷകനായി തീർന്ന ക്രിസ്തുവാണ്. നമുക്ക് വേണ്ടി മരിച്ചു 3-ാം ദിവസം സ്വർഗത്തിലേക്ക് കരേറി. ആ ക്രിസ്തുവിനെയാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. ഓരോ ക്രിസ്ത്യാനിയും ആ ക്രിസ്തുവിനെയാണ് മനസ്സിൽ
ധ്യാനിക്കേണ്ടത് നമ്മുടെ പ്രവൃത്തിയിൽ കൂടി, നമ്മുടെ വാക്കുകൾ കൂടി, നമ്മുടെ പ്രവൃത്തിയിൽ കൂടി നമ്മൾ അത് നമ്മളെ അനുഭവത്തിൽ കൂടി അത് കാണിച്ചു കൊടുക്കണം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാഴണമെങ്കിൽ നമ്മൾ ശുദ്ധിയുള്ളവരായിത്തീരണം. ശുദ്ധിയില്ലാത്ത ഒരു ഹൃദയത്തിലും ദൈവം വസിക്കുകയില്ല. അപ്പോൾ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളുമാണ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ടത്. ആ ശുദ്ധിയായ ജീവിതത്തിൽ കൂടിയാണ് നമ്മൾ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കേണ്ടത്. ക്രിസ്തു എന്ന ആൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്? ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പഴയ ആളല്ല, അവനൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറും. അപ്പോൾ ആ പുതിയ സൃഷ്ടിയാണ് ആ ക്രിസ്തു എന്ന രീതിയിൽ കൂടി നമുക്ക് കാണേണ്ടത്. അവൻ പഴയതെല്ലാം കഴിഞ്ഞു പോയി. അവൻ്റെ പ്രവൃത്തികളും അവൻ്റെ വാക്കുകളും എല്ലാം അവൻ ക്രിസ്തു ചെയ്യുന്നത് പോലെ ചെയ്യണം. എന്നാൽ മാത്രമേ അവനെ ക്രിസ്തു എന്ന ഒരു പദം കിട്ടുകയുള്ളൂ. ക്രിസ്തു എന്ന അവനിൽ ക്രിസ്തു വസിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് വിളിച്ച് അവിടെ ആവസിക്കാൻ തക്കവണ്ണം, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ആവസിക്കാൻ തക്കവണ്ണം നമ്മൾ രൂപാന്തരപ്പെടണം, ശുദ്ധിയുള്ളവരായിത്തീരണം. നമ്മുടെ ദുഷ്പ്രവർത്തികളെയും അന്യായങ്ങളെയും പല രീതിയിലുള്ള ദുഷ്പ്രവർത്തികളെ നമ്മളിൽ നിന്ന് മാറ്റി നമ്മുടെ ഹൃദയത്തെ വെടിപ്പുള്ളവരാക്കി നമ്മൾ ക്രിസ്തു വസിക്കുന്ന ഒരിടമായിട്ട് മാറണം. അപ്പോൾ മാത്രമേ നമുക്ക് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ എന്താണെന്ന് നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ വാക്കുകളാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ പതിക്കുകയും നിങ്ങൾ നല്ലവരായിട്ട് ജീവിക്കുകയും ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്. നമ്മളെല്ലാവരും നല്ലവരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ക്രിസ്തു നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് ക്രിസ്തുവിനെ പോലെ ആകുവാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രമേ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിനൊരു പൂർണ്ണത കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ എല്ലാ നന്മകളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കും. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.